ഇന്നലെ ഗുരുവായൂർ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഒരു വാൻ അതിൽ കുറച്ച് ആൾക്കാർ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ചുറ്റും കുറേ ആളുകൾ കൂടി നിൽക്കുക. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ എന്താ ഇത്ര തിരക്കൊന്നും നോക്കണല്ലോ എന്ന് വെച്ചിട്ട് പോയപ്പോൾ പലതരത്തിലുള്ള സ്പെഷ്യലായിട്ടുള്ള ഇഡ്ഡലികളും ദോശയും പരിപാടികളൊക്കെയാണ് ഇവിടെ. അപ്പോൾ നമ്മളെന്തായാലും തീരുമാനിച്ചു ഇവിടെ നിന്ന് നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്ന് അറിയണമല്ലോ എന്ന്. അങ്ങനെ ആ ഒരു ആവേശത്തിൽ നമ്മൾ പോയിട്ടൊന്ന് കയറിയിരുന്നു എന്ന് പറയാൻ പറ്റില്ല, കാരണം അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊന്നുമില്ല. നമ്മളവിടെ നിന്ന് കഴിക്കണം, അതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഭയങ്കര തിരക്കാണ്. അവിടെ നോക്കുന്ന സമയത്ത് എല്ലാവരുടെയും പ്ലേറ്റിൽ ഈ ഒരു ഇഡ്ഡലിയാണ്, ഈ പൊടിയിട്ടുള്ള ഇഡ്ഡലി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു 2 പൊടിയിട്ടുള്ള ഇഡ്ഡലി. അപ്പോൾ ആ പൊടിയിട്ടുള്ള ഇഡ്ഡലിയിൽ 2 തരം ഐറ്റംസാണുള്ളത്, ഗീയും ബട്ടറും. അങ്ങനെ 2 ബട്ടറും 2 ഗീയും പറഞ്ഞു. ഞങ്ങൾ 4 ആളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ് നമ്മുടെ പൊടി ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞു. അങ്ങനെ അവസാനം ഒരു 15 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ പേര് വിളിച്ചു. സമയങ്ങൾക്ക് ശേഷം അങ്ങനെ നമുക്ക് ബട്ടർ പൊടി തട്ട് ഇഡ്ഡലി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്മെല്ലങ്ങനെ അടിക്കുന്ന സമയത്ത് അങ്ങനെ വായിൽ വെള്ളം വരുന്നതാണ്. നല്ല കിഡിലൻ സ്മെല്ലാന്ന് പറഞ്ഞേ. ദെൻ നമുക്കിനി കിട്ടാനുള്ളത് ഗീ പൊടി തട്ട് ഇഡ്ഡലിയാണ്. ഈ കാണുന്നതാണ് ആ സംഭവം. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ വിവരം പറയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 ഐറ്റമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ബട്ടറാണ്, ബട്ടർ ഇഡ്ഡലി ദോശയല്ല. അതുപോലെ തന്നെ കാഴ്ചയിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പിന്നെ അതുപോലെ തന്നെ ഒന്ന് ഗീയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിക്കുന്നത് ബട്ടറാണ്. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. ആൾ പറഞ്ഞ പോലെ കിഡിലൻ ഐറ്റായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിച്ചത് ഗീയാണ്, അവർ 2 പേരും കഴിച്ചത് ബട്ടറായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്, അടിപൊളിയായിരുന്നു. ഭയങ്കര നമുക്ക് പിന്നെയും പോയിട്ട് പറഞ്ഞാൽ മേടിക്കണമെന്നുണ്ട്, പക്ഷേ ഈ തിരക്ക് കാരണം പിന്നെയും പറഞ്ഞാൽ 3/4 മണിക്കൂർ പിന്നെയും പോയി. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇതിന് വരുന്ന ചാർജ് ഇതായി കാണിക്കുന്ന പോലെ 60ഉം 70ഉം രൂപയാണ്. നിങ്ങൾ നല്ല വിശപ്പോട് കൂടിയാണ് അവിടെ ചെല്ലണമെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ഈ ഇഡ്ഡലി പറയുകയാണെങ്കിൽ പൊടി ഇഡ്ഡലി പറയുകയാണെങ്കിൽ 2 വെച്ചിട്ട് പറഞ്ഞോ, എന്നാലാണ് നമുക്കത് വയറെന്നറിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് രണ്ടാമത് പിന്നീട് പൊടി ഇഡ്ഡലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കാത്തിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കുക. അപ്പോൾ ഗുരുവായൂർ വഴി പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇഡ്ഡലിയും ദോശയൊക്കെ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് കയറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി സാധനമാണ്. അപ്പോൾ ഇവിടെ പോയി ഫുഡ് കഴിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കഴിച്ചവരെല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം. കഴിക്കാത്തവർ കഴിച്ചതിന് ശേഷം വന്നിട്ടും അഭിപ്രായം പറയണം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റാ.